പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ശനിയാഴ്ച പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവശബ്ദം കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പകലൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ, അത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം പിന്നെയും നമ്മെ ബലപ്പെടുത്തിയല്ലോ. ഈ പകലിൽ അല്പനിമിഷം ധ്യാനിപ്പാൻ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 17-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 1-ാമത്തെ വാക്യം ഇവിടെ ഇങ്ങനെ വായിക്കുന്നു: യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവാലോചനയാണ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. ഇതിന് തലക്കെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ദാവീദ് രാജാവാണ്. അപ്പോൾ തന്നെ താൻ ദൈവത്തിൻ്റെ മുൻപിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യനാക്കി ദൈവം തന്നെ മാറ്റി. അതാ പറയുന്നത്: യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. ഈ പ്രഭാതത്തിൽ ആമേൻ, എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരെ, നിങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. പലപ്പോഴും ന്യായത്തെ കേൾക്കാനും ആമേൻ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആരും മനസ്സു വയ്ക്കാതിരിക്കുമ്പോൾ ഈ പകലിൽ സ്വർഗത്തിലെ ദൈവം അതിശക്തമായി വിളിച്ചു പറയുന്നു: ആമേൻ, കർത്താവേ, ആമേൻ, ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. ഉറപ്പിച്ച് ദാവീദ് പറയുക: കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥന. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഈ സങ്കീർത്തന ഭാഗം ധ്യാനിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു കാര്യം ഇതാ: അവനെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. ദൈവകരങ്ങളിലേക്ക് ദാവീദിനെ തന്നെ, തൻ്റെ അധരങ്ങളെ ഒക്കെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. കർത്താവേ, എൻ്റെ അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന. ഇന്ന് പകലിൽ ഈ പ്രഭാതത്തിൽ പറയാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ദൈവമേ, എൻ്റെ അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന. സ്തോത്രം. ആമേൻ. പ്രാർത്ഥിച്ചവൻ്റെ മുൻപിൽ ചെങ്കടൽ രണ്ടായി പിളർക്കും. ആമേൻ. എന്നാൽ പ്രാർത്ഥിക്കാത്ത ഫറവോൻ പ്രാർത്ഥിക്കുന്നവൻ തുറന്ന വഴിയിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവൻ മറുകര കടക്കാൻ കഴിയില്ല. കാരണം അവൻ പ്രാർത്ഥിച്ചില്ലല്ലോ. അതുകൊണ്ട് അവൻ ഒരിക്കലും മറുകര കടന്നു പോകാൻ കഴിയില്ല. എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, ആമേൻ, സ്തോത്രം. ഇന്ന് പകലിൽ ആമേൻ, ഈ സങ്കീർത്തന ഭാഗത്തിലേക്ക് ചിന്തിക്കുമ്പോൾ 3-ാമത്തെ വാക്യം പറയുന്നു: നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. ആമേൻ. നോക്കിക്കേ, ദാവീദ് ഉറങ്ങിയപ്പോൾ ദാവീദിൻ്റെ അടുത്ത് അതാ പറഞ്ഞേ, നിൻ്റെ കണ്ണുനീർ കാണുമാറാകട്ടെ. സ്തോത്രം. അപ്പോൾ നിൻ്റെ കണ്ണുനീർ കാണുമാറാകട്ടെ. അപ്പോൾ ദാവീദ് രാത്രി കിടന്നുറങ്ങി, പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങി. ആ രാത്രിയിൽ ദാവീദിൻ്റെ അടുത്ത്, ദാവീദിൻ്റെ റൂമിനകത്ത്, ദാവീദ് കിടക്കുന്ന കട്ടിലിൽ കർത്താവ് വന്നിരുന്നു. സ്തോത്രം. ഇന്നലെ രാത്രി നമ്മളെല്ലാവരും കിടന്നുറങ്ങി, ഞാനും ഉറങ്ങി. അപ്പോൾ ഉറങ്ങുന്ന ഉറക്കത്തിൽ നമ്മെ സൂക്ഷിപ്പാൻ നമ്മൾ വാതിലൊക്കെ അടച്ചു,
ജനലൊക്കെ അടച്ചു, ഒരു കൊതു പോലും കയറാത്ത രീതിയിലെല്ലാം റെഡിയാക്കി അടച്ച് ബന്ധസാക്കി കിടന്നുറങ്ങുക. കണ്ണും അടയ്ക്കുന്നു, പക്ഷേ അടയ്ക്കാത്ത രണ്ട് ഭാഗം, ഒന്ന് ചെവി ഒന്ന് മൂക്ക്. അപ്പോൾ ഈ അടയ്ക്കാത്ത ദൂരത്തിൽ കൂടെ ഒരു പ്രാണി അകത്ത് കയറി പോകാത്ത തലത്തിൽ അതിന് കാവൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അതാദ്യം മനസ്സിലാക്കണം. ആമേൻ. ഒരു പ്രാണി പോലും മൂക്കിൽ കൂടെയോ ചെവിയിൽ കൂടെയോ അകത്ത് കയറി പോകാതെ അതിനെ സൂക്ഷിക്കുന്ന, കവാടത്തിൽ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ഒരു ദൈവത്തെ കാണാതെ പോകരുതേ. സ്തോത്രം. അതാ ഇവിടെ പറയുന്നത്, നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു, നീ എന്നെ പരീക്ഷിച്ചു. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു കുറ്റവും എന്നിൽ എന്ത് ചെയ്തിട്ടില്ല, നീ കണ്ടെത്തിയില്ല. എൻ്റെ വായി ലംഘനം ചെയ്തിട്ടില്ല. സ്തോത്രം. എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോൾ ദാവീദിൻ്റെ, ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഓരോ അഭിഷക്തന്മാരുടെയും നടുവിൽ കർത്താവ് ഇറങ്ങി വരും. ആമേൻ. ഇറങ്ങി വന്ന് സകലതും ശോധന ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സകലതും ഒരു സർവേ നടത്തും, പഠിക്കും ദൈവം. ഇന്ന് രാത്രി, ഇന്ന് ഈ പ്രഭാതത്തിൽ, കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങി, ഈ രാത്രിയിൽ ദൈവം നമ്മുടെ അടുത്ത് വന്ന് നോക്കി, നമ്മൾ കിടന്നുറങ്ങുന്നു. സ്തോത്രം. അവിടെ ഇരുന്നു, നേരെ പുലരുന്നവരെ ഇരുന്നു. പ്രഭാതത്തിൽ നമ്മുടെ പ്രഭാത പ്രാർത്ഥനയിലും കർത്താവ് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രാർത്ഥനയിലും ദൈവം നമ്മുടെ നടുവിലുണ്ട്. പാട്ട് പാടുന്നു, സങ്കീർത്തനം വായിക്കുന്നു, പ്രസംഗിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൂതുകൾ പറയുന്നു, ആലോചന ഏറ്റെടുക്കുന്നു. ആമേൻ. സ്തോത്രം. ദൈവം ഇതെല്ലാം കാണുന്നു, തിരിച്ചു പോകുന്നു. അപ്പോഴും ആമേൻ. സ്തോത്രം. ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്, 5-ാം വാക്യം, എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. സ്തോത്രം. ആമേൻ. സ്തോത്രം. അപ്പോൾ ദാവീദിന് ഉറച്ചു പറയാൻ പറ്റും, ദൈവമേ, ഞാൻ നിൻ്റെ നടുവിൽ ഉറച്ചിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ പറയാൻ പറ്റുമോ? യഹോവേ, ന്യായത്തെ കേൾക്കണമേ. ന്യായത്തെ കേൾക്കാൻ ആരുമില്ലെങ്കിലും നിൻ്റെ ന്യായത്തെ കേൾക്കാൻ ഒരു ദൈവമുണ്ട്. നീ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി, അപ്പാ, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞ് കരയാൻ ഇന്ന് പകൽക്കാലം തയ്യാറായാൽ, ദൈവവൈതലേ, നേരം വെളുത്ത് ഇത്രയും സമയമായി നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് ദൈവം എത്രയോ മണിക്കൂർ കൊണ്ട് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിക്കാനോ, ഒന്ന് പാടുവാനോ, ഒരു സങ്കീർത്തനം വായിക്കുവാനോ, രാവിലെ ഒരു പ്രബോധനം പറയുവാനോ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. ശോധന ചെയ്ത് നോക്കണം. നിങ്ങളെ തന്നെ പരിശോധിക്കണം. ആമേൻ. നിങ്ങളെ പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചു പോയിരിക്കുന്നു. ഒരു പ്രബോധനമെങ്കിലും രാവിലെ പറഞ്ഞോ, ഒരു അധ്യായം വായിച്ചോ? ആമേൻ. 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറ്റിയോ? ഒരു പാട്ട് പാടാൻ പറ്റിയോ? ഹല്ലേലൂയ. നിങ്ങളെ തന്നെ ശോധന ചെയ്യേണ്ടതായി ദൈവാത്മാവ് അറിയിക്കുക. ഹല്ലേലൂയ. ആമേൻ. അതാണ് 18-ാമത്തെ സങ്കീർത്തനത്തിൽ ആമേൻ ദാവീദ് പറയുന്നൊരു വാക്കിതാണ്. സ്തോത്രം. യഹോവ അവനെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് അവൻ ഈ സംഗീതവാക്യങ്ങളെ യഹോവയ്ക്ക് പാടി, എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്യുമോ, ദാവീദ് ആ സങ്കീർത്തന ഭാഗങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ച് ഒരു ഗാനമായിട്ട് താൻ പുറത്തെടുക്കും. ഇന്ന് പകലിൽ ഈ പ്രഭാതവേളയിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ നടുവിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. അങ്ങനെയുള്ള വ്യക്തിക്ക് മാത്രമേ ദൈവസന്നിധിയിൽ ഞാൻ കപടമില്ലാത്തവനെന്ന് പറയാൻ ഉറപ്പുള്ള വ്യക്തിക്ക് മാത്രമേ ആമേൻ പറയാൻ പറ്റൂ, യഹോവ എൻ്റെ ശൈലവും, യഹോവ എൻ്റെ കോട്ടയും, യഹോവ എൻ്റെ രക്ഷകനും, എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. ഹല്ലേലൂയ. രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു.
അതാണ് 17-ാം സങ്കീർത്തനം പറയുന്നത് ഇങ്ങനെ 1-ാമത്തെ വാക്യത്തിൽ, യഹോവേ ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത അതരകളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. ഹല്ലേലൂയ. അപ്പോൾ കപടമില്ലാത്ത പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെന്നെത്തും ഉറപ്പായിട്ടും. ഉന്മയോടെ വക്രതയില്ലാത്ത പ്രാർത്ഥന, വൈരാഗ്യമില്ലാത്ത പ്രാർത്ഥന, ഉത്സാഹമില്ലാതിരിക്കുന്ന പ്രാർത്ഥനയല്ല, ഉത്സാഹത്തോടെയുള്ള പ്രാർത്ഥന. ആമേൻ. ഉണ്മയോടെയുള്ള പ്രാർത്ഥനയിൽ കർത്താവ് പ്രവർത്തിക്കും. പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. യെസ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ മുട്ടുമടക്കിയിരിക്കുന്ന മുഴുവൻ ജനത്തെയും അപ്പൻ്റെ പൊന്നീരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗ്ഗം അനുഗ്രഹിക്കണം, അത്ഭുതം ചെയ്യണം. അങ്ങോട്ട് യാചന കേട്ടിരിക്കാൻ സ്തോത്രം. അടിയനെയും ബലപ്പെടുത്തണം, യാത്രയിൽ കൂടിയിരിക്കണം, കൃപയിൽ മറയ്ക്കണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.